വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ റോസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. എല്ലാവരും റോസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് തന്നെയായിരിക്കും എൻ്റെ ഒരു ചാനലിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് വേറെ ആരും അല്ലേ ഗൈസ്, ബിഗ് ബോസ് സീസൺ 7. ഗൈസ് അത് ആലോചിക്കുന്നു, ഫസ്റ്റ് വന്ന ഫ്രണ്ട് വന്ന് നടക്കുന്നുണ്ട് ബിഗ് ബോസ് എന്നും പറഞ്ഞു. അപ്പം ഞാൻ അതിൽ എന്തായാലും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ബോസ് ബിഗ് ബോസ് വലിയ ബോസ് ബിഗ് ബോസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. മലയാളി സോറി, എനിക്ക് ഒരു അബദ്ധം പറ്റി, വേറെ ഏതോ വീഡിയോ എടുത്ത്. എനിക്ക് ആ ഒരു സീസണിന്റെ വീഡിയോ ആണ് വേണ്ടത്. അത് യൂട്യൂബിൽ കൊടുക്കത്തില്ലേ? ഓ, കൊടുക്കും. ഓക്കെ, ലാലേട്ടൻ മുണ്ടൊക്കെ എടുത്ത് വന്നേക്കുക, സെറ്റ്. എന്താണ് ഇത്? നിങ്ങൾക്ക് ഇതാരാന്ന് മനസ്സിലായോ guys? മനസ്സിലായോ? എങ്കിലും ആലോചിച്ചേക്ക്, ഇതാരാന്ന് മനസ്സിലായോ? ഇത് സോളവൈനർ റോസ്റ്റ് ചെയ്തൊരു പെൺകുട്ടിയെ കാണിച്ചു തരാം. സോളവൈനർ, ശരി, ഇവിടെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സോളവൈനർ, നിങ്ങൾക്ക് സോളവൈനർ ആരെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സോളവൈനർ ഈസ് എ യൂട്യൂബർ. അവൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളവൈനർ, ഇവള് സോളവൈനറിന് മെസ്സേജ് അയച്ചിട്ട് അവള് പറഞ്ഞു, സോളവൈനറിന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ചെയ്യാത്തോണ്ട് എന്ത് ചെയ്യും, അവൾ അങ്ങോട്ട് റോസ്റ്റ് ചെയ്തു. ഇപ്പൊ ഇവന്റെ സോളവൈനറുടെ ഫാൻസ് ഒക്കെ കൂടെ ഇളകി. ഇപ്പൊ ആകെ അങ്ങനെ സീനായിട്ട് അങ്ങനെ അങ്ങ് പോയിരിക്കുക. സത്യം പറയുകയാണെങ്കിൽ അത് ആ വീഡിയോ കാണുന്നില്ല. അത് ഞാൻ വീഡിയോയുടെ എൻഡി കാണിച്ചു തരാം, ഇഷ്ടമാണെങ്കിൽ എൻഡി കാണിച്ചു തരാം. ഓക്കെ, അവളാണ് ഇവള്, അതെനിക്ക് നല്ല ഉറപ്പ്. കറക്റ്റ് ഇത് അവള് തന്നെ, എനിക്ക് നല്ല ഉറപ്പാ. സോളോവിനർ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോ ഇവളും അത് തന്നെ പറയുമ്പോ ആ പറഞ്ഞ പൂജാകർമ്മങ്ങളൊക്കെ ഇവിടെ ചെയ്യും. എന്നാ പിന്നെ ആ പറഞ്ഞ പൂജാകർമ്മങ്ങൾ ഇവിടെയും ചെയ്തു. സോളോവിനർ കാരണം ഇവൾ ഇങ്ങനെ ഫേമസ് ആയി പോയത്. അങ്ങോട്ട് മാറിയിരിക്കാനാണ് റിസർവ് വേർഡുകളോട് പറയാനുള്ളത്. ഇവള് മൊത്തം കോപ്പി. സത്യം പറഞ്ഞ സോളോവിനർ ഇവിടെ റോസ് ഇവള് വരത്തില്ല. ഇവിടെ ഈ സോളോവിന് ഈ ബിഗ് ബോസ്, ഈ ബിഗ് ബോസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും എടുക്കത്തില്ല. ഇതുപോലെ അല്ലെ റോസ്റ്റ് മറ്റേ ഇതും ചെയ്ത ആൾക്കാരെ മാത്രമേ എടുക്കാത്തുള്ളൂ. ഇവിടെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല ചേച്ചി, എന്തോ പോലെ എന്നും പറഞ്ഞ് ഇവളുടെ ഫാൻസ് എന്താ ചെയ്യുന്നത് ഒരു ലിഗലൈസ്. അത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ലൈക്ക് ആ നൈസല്ലേ. പിന്നെ അടുത്ത എനിക്കിത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞ കുറെ പേരുണ്ട്, ഞാൻ ബിഗ് ബോസ് കാണാറില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇവിടെ എനിക്കറിയാം ഗൈസ്. ഞാൻ കാണിച്ചത് അവളെ കാണുന്നില്ല. ഇത് ഇവള് രേണുസുതി. ഇത് എന്റെ ഡൗട്ട് അനുസരിച്ച് മറ്റേ ഫ്ലവേഴ്സിനകത്ത് അവളെ അവന്റെ ഭർത്താവാന്ന് തോന്നുന്നു, മറ്റേ മരിച്ചു പോയ ഭാര്യയാന്ന് തോന്നുന്നു. എന്റെ ഒരു ഊഹം വെച്ചിട്ട് പറയുന്ന, അല്ലെങ്കിൽ എന്നെ ഒന്നും പറയല്. ഓക്കെ, എനിക്ക് ആരെ അറിയത്തില്ല സത്യം പറയുകയാണെങ്കിൽ. ഇതിൽ ആരും എനിക്കറിയത്തില്ല സത്യം പറയുകയാണെങ്കിൽ. ലൈക്ക് എനിക്ക് ഇവളെ അറിയാം, പിന്നെ വേറെ ഒക്കെയുണ്ട് ഇവള്.
ഇവിടെ എനിക്കറിയാം ഇവള് ഫസ്റ്റ് മറ്റേ പണ്ട് ബിഗ് ബോസിനെ റോസ്റ്റ് ചെയ്ത അവള് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഒന്നും കാണാൻ പറ്റത്തില്ല, ബിഗ് ബോസ് ഒരു പൊട്ട സാധനമാണെന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവള് വന്നിട്ട് പറയുക ഈ ബിഗ് ബോസ് വന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പറയാ എന്റെ ഒരു ഡ്രീം സ്ഥലമായിരുന്നു അന്ന് എനിക്ക് വരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, കാണാം. ഇതാണ് നൂറ് വേറെ ചോദിച്ചുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷം, അതാണ് നൂറ്. ഇത് അവളല്ലേ? ഇവളും മറ്റേ ഫ്ലവേഴ്സിലുണ്ടായിരുന്നു, മറ്റേ സുധിയുടെ കൂടെ. ഇവള് ഇവളും ഉണ്ടായിരുന്നു. ഇവളത് ഷോർട്ട് ഫിലിമിനൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണെന്നാ പറയുന്നത്. ഇതവളല്ലേ സീരിയലിനകത്തവള്? എന്റെ അമ്മൂമ്മ എപ്പോഴും ഇരുന്ന് കാണുന്ന സീരിയലിനകത്തവള്. പേരും മറന്നുപോയല്ലോ. പേരെന്തുവായിരുന്നു? ഗൗ ഗൗരി എന്തുവായിരുന്നു? നമുക്ക് അമ്മൂമ്മയോട് തന്നെ ചോദിക്കാം guys. അമ്മൂമ്മേ, മറ്റേ സീരിയലിന്റെ പേരെന്തുവായിരുന്നു അമ്മൂമ്മേ? മറ്റേ അവളൊക്കെയുള്ള സീരിയല്, മറ്റേ അവളൊക്കെയുള്ള ഒരു സീരിയലില്ലേ? മറ്റേ 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 ഒരു പണക്കാരനും ഒരു പാവപ്പെട്ടവളും ഒക്കെ ഉള്ള. ഓ, മറ്റേ അയ്യോ എന്റെ പേര് ഗീത എന്തായിരുന്നു? ഗീതാഞ്ജലി എന്നല്ലല്ലോ, ഗീതാ ഗോവിന്ദ, ഗീതാ ഗോവിന്ദ. ആ, നമുക്ക് ഗൈസ് നമുക്ക് പേര് കിട്ടിയിട്ടുണ്ട്, ഗീതാ ഗോവിന്ദത്തിന് അവളാണ് ഗൈസ്. ആ അമ്മ അങ്ങനെ പറഞ്ഞ പേര് ഗീതാ ഗോവിന്ദം. പേരെന്താ? ബിനിയോ? ബിനി. ഇവളാണ് ഞാൻ പറഞ്ഞ ആള്. ഇവളാണോ അത്? അവളാണ്, ഇവളാണ്. ശരി, ശരി, പറഞ്ഞു നോക്ക് കഴിഞ്ഞു കേട്ടോ. കണ്ടോ കണ്ടോ കഴിഞ്ഞു എന്ന് വെച്ചേക്കുന്നുണ്ടോ? എനിക്ക് ഇത് ബിഗ് ബോസ് കാണുന്ന ഇത് തന്നെ ചുമ്മായിട്ടങ്ങ് ചൊറിയുവന്ന് വെറുതെ ഇരിക്കുന്നവന്. ഇവളേതാ? ഇവളേതാ? ഇവളുടെ പേരെന്തുവാ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അതുകൊണ്ട് ചോദിച്ചാ. പിന്നെ ഇവളേതാ? ഇതിൽ കുറെ പേര് വന്നിട്ടുണ്ട്, എനിക്ക് ഇതിനകത്ത് ചിലവരുടെ പേരൊക്കെ അറിയത്തുള്ളത്. ഇവള് മറ്റേ ഫ്ലവേഴ്സ് എക്സാമ്പിൾ, ഇവിടെ ഫ്ലവേഴ്സ് ഇവളെ എനിക്കറിയാം. ഇതിന്റെ അവസാനം ഒരു മാസമുണ്ട്. ആ മാസം ഇതിനകത്ത് ഉണ്ടോ ചോദിച്ചോ, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു.
ആ മാസം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ആ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം എന്ന് വെച്ചാൽ ഈ ഫോം ഉണ്ടല്ലോ, ഈ ഫോം കൂടുതൽ കിട്ടുന്നവരെ ഈ ഫോം ഓരോരുത്തരെ വന്നിട്ട് ഓരോരുത്തരുടെ മുന്നിലേക്ക് അടിക്കണം. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആള് മറ്റേ ക്യാപ്റ്റൻ ആവത്തില്ല എന്നൊക്കെ ഉള്ള റൂളില്ല. അന്നേരം ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ എല്ലാരും മറ്റേ അനീഷിനെ എയിം ചെയ്തു. അന്നേരം അവസാനം എന്ത് ചെയ്തു, അനീഷായി ക്യാപ്റ്റൻ. അത് ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ.